പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ജി സുധാകരനെതിരെ പുന്നപ്രയിലെ വീടിന് മുന്നിലും പ്രതിഷേധ ബാനർ. കുലം കുത്തികളെ കാലം വർഗവഞ്ചകൻ എന്ന് വിളിക്കുമെന്നാണ് ബാനറിലുള്ളത്. ഭഗവതിക്കൽ സഖാക്കൾ എന്ന പേരിലാണ് ബാനർ സ്ഥാപിച്ചിരിക്കുന്നത്. പ്രതിഷേധം കണക്കിലെടുത്ത് ജി സുധാകരന്റെ വീടിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. പുന്നപ്ര പോലീസിനാണ് സുരക്ഷാ ചുമതല. സുധാകരനെതിരെ CPIM പ്രതിഷേധം ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയത്. മുതിർന്ന നേതാവ് ജി സുധാകരൻ ഇന്നലെ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തിയത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്നാണ് ജി സുധാകരൻ ഇന്നലെ വാർത്താമാധ്യമങ്ങളോട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനു ശേഷമാണ് ഇപ്പോൾ CPMന്റെ ഒരു പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പുന്നപ്രയിലെ ജി സുധാകരന്റെ വീടിന് മുന്നിൽ പോസ്റ്ററുകളും ബാനറുകളും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കുലം കുത്തികളെ കാലം വർഗവഞ്ചകൻ എന്ന് വിളിക്കുമെന്നാണ് ഈ ഒരു ബാനറിലുള്ളത്. വലിയൊരു ബാനറാണ് ഈ ജി സുധാകരന്റെ വീടിന് മുൻപിൽ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഭഗവതിക്കൽ സഖാക്കൾ എന്ന പേരിലാണ് ഇപ്പോൾ ഈ ഒരു ബാനർ സ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും CPIMന്റെ പ്രതിഷേധം കണക്കിലെടുത്ത് ഇപ്പോൾ ജി സുധാകരന്റെ വീടിന് മുന്നിൽ ഇപ്പോൾ വലിയ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പുന്നപ്ര പോലീസിനാണ് ഈ ഒരു സുരക്ഷാ ചുമതല ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുധാകരനെതിരെ CPIM പ്രതിഷേധം ശക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെയായിരുന്നു അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും ഒരു പാർട്ടിയുടെ പിന്തുണയുമില്ലാതെ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാനാണ് താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊരു നിലപാട് അദ്ദേഹം അറിയിച്ചത്. ഇതിനു മുൻപ് മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളുമൊക്കെ അദ്ദേഹത്തെ ഒരു അനുനയ നീക്കത്തിനൊക്കെ ശ്രമിച്ചെങ്കിലും അതിനൊന്നും ഒരു അയവുണ്ടായില്ല. അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി താൻ മത്സരിക്കും, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഇന്നലെ അദ്ദേഹം നിലപാട് അറിയിച്ചതിനു ശേഷമാണ് ഇപ്പോൾ CPMന്റെ രീതിയിൽ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രതിഷേധം വരുന്നത്. കുലം കുത്തികളെ കാല വർഗീയ വഞ്ചകൻ എന്ന് വിളിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ ബാനറിലുള്ളത്. ഭഗവതിക്കൽ സഖാക്കൾ എന്ന പേരിലൊക്കെയാണ് ഇപ്പോൾ ബാനർ സ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം കണക്കിലെടുത്തപ്പോൾ ജി സുധാകരന്റെ വീടിന് മുന്നിൽ ഇപ്പോൾ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പുന്നപ്ര പോലീസിനാണ് സുരക്ഷാ ചുമതല. പത്തനംതിട്ട കോൺഗ്രസിൽ സീറ്റിനെ ചൊല്ലി തർക്കം. DCC ജനറൽ സെക്രട്ടറി ബാബു ദിവാകരൻ രാജിവെച്ചു. അടൂരിൽ പരിഗണിച്ചില്ലെന്ന് ആരോപിച്ചാണ് ബാബു ദിവാകരൻ രാജിവെച്ചത്. CV ശാന്തകുമാറിനെ അടൂരിൽ ഉറപ്പിച്ചെന്ന വിവരം പുറത്തു വന്നതോടെയാണ് രാജി. അതേസമയം മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള ആളെ അംഗീകരിക്കുന്നില്ലെന്നും നാലാം തവണയും അടൂർ LDFന് തീറെഴുതി കൊടുത്തുവെന്നും ബാബു ദിവാകരൻ ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി സീറ്റ് തർക്കങ്ങളും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നൊരു വിവരമാണ് പുറത്തു വരുന്നത്. പത്തനംതിട്ടയിലാണ് ഇത്തരത്തിലൊരു സീറ്റ് തർക്കം ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട കോൺഗ്രസിലാണ് സീറ്റിനെ ചൊല്ലി തർക്കമുണ്ടായിരിക്കുന്നത്. DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബാബു ദിവാകരൻ രാജിവെച്ചു എന്നൊരു വാർത്തയാണ് ഈ നിമിഷത്തിൽ പുറത്തു വരുന്നത്. അടൂരിൽ പരിഗണിച്ചില്ലെന്ന് ആരോപിച്ചാണ് ഇത്തരത്തിൽ ബാബു ദിവാകരൻ രാജിവെക്കാനുണ്ടായ ഒരു സാഹചര്യം തന്നെ. CV ശാന്തകുമാറിനെ അടൂരിൽ ഉറപ്പിച്ചെന്നൊരു വിവരം പുറത്തു വന്നതോടെയാണ് ഇത്തരത്തിൽ ബാബു ദിവാകരൻ തന്റെ സ്ഥാനം രാജിവെച്ചത്. എന്തായാലും ഈ ഒരു മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള ആളെ അംഗീകരിക്കത്തില്ലെന്നും നാലാം തവണയും അടൂർ LDFന് തീറെഴുതി കൊടുത്തുവെന്നും ഒക്കെ ബാബു ദിവാകരൻ ആരോപിച്ചിട്ടുണ്ട്. എന്തായാലും പത്തനംതിട്ടയിലാണ് ഈ ഒരു സീറ്റ് തർക്കം ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിലാണ് ഈ ഒരു തർക്കം ഉടലെടുത്തിരിക്കുന്നത്. DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബാബു ദിവാകരനാണ് ഈ ഒരു സീറ്റ് തർക്കത്തെ തുടർന്ന് രാജിവെച്ചിരിക്കുന്നത്. അടൂരിൽ പരിഗണിച്ചില്ല എന്നൊരു ആരോപണം ഉയർത്തിയാണ് ഇത്തരത്തിൽ DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബാബു ദിവാകരൻ രാജിയിലേക്ക് കടന്നിരിക്കുന്നത്. CV ശാന്തകുമാറിനെ അടൂരിൽ ഉറപ്പിച്ചെന്ന ഒരു വിവരം പുറത്തു വന്നതോടെയാണ് ബാബു ദിവാകരൻ ഈ ഒരു രാജി എന്നൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള ആളെ അംഗീകരിക്കില്ലെന്നും നാലാം തവണയും അടൂർ LDFന് തീറെഴുതി കൊടുത്തുവെന്നൊക്കെ ബാബു ദിവാകരൻ ആരോപിച്ചു.
തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിനു ശേഷമാണ് ബാബു ദിവാകരൻ തന്റെ സ്ഥാനം രാജിവെച്ചത്. കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ച പ്രഖ്യാപനം മാർച്ച് 15 ശേഷം. പശ്ചിമ ബംഗാളിലെ അന്തിമ വോട്ടർ പട്ടികയ്ക്കെതിരെ പരാതി നൽകാനുള്ള സമയപരിധി അവസാനിച്ച ശേഷമേ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൂ. ഫെബ്രുവരി 28 തീയതിയാണ് ബംഗാളിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. അന്തിമ വോട്ടർ പട്ടികയെ സംബന്ധിച്ച് പരാതി നൽകുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നത് മാർച്ച് 15 തീയതിയാണ്. അതിനാലാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അതിനുശേഷം നടത്തിയാൽ മതിയെന്ന് കമ്മീഷൻ തീരുമാനിച്ചത്. വരുന്ന തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ തീയതി പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. കേരളം, തമിഴ്നാട്, പുതുച്ചേരി ഒറ്റഘട്ടമായിട്ടായിരിക്കും വോട്ടെടുപ്പ്. അസമിൽ 3 ഘട്ടമായി തിരഞ്ഞെടുപ്പ് നടത്താനാണ് ആലോചന. പശ്ചിമ ബംഗാളിൽ 5 ഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കും. കഴിഞ്ഞ തവണ ബംഗാളിൽ 8 ഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നത്. ഏപ്രിൽ 2ാം വാരത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യമാണ് ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും കമ്മീഷന് മുന്നിൽ വെച്ചിട്ടുള്ളത്. കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ചുള്ള പ്രഖ്യാപനമൊക്കെ മാർച്ച് 15 ശേഷമാണ് പ്രഖ്യാപിക്കുക. പശ്ചിമ ബംഗാളിലെ അന്തിമ വോട്ടർ പട്ടികയ്ക്കെതിരെ പരാതി നൽകാനുള്ള സമയപരിധി അവസാനിച്ച ശേഷം ഒക്കെ മാത്രമേ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനമൊക്കെ പുറപ്പെടുവിക്കുകയുള്ളൂ. ഫെബ്രുവരി 28 തീയതിയാണ് ബംഗാളിലെ അന്തിമ വോട്ടർ പട്ടിക സ്ഥിരീകരിച്ചിരുന്നത്. എന്തായാലും അന്തിമ വോട്ടർ പട്ടിക സംബന്ധിച്ച് പരാതി നൽകുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നത് മാർച്ച് 15 തീയതിയാണ്. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അതിനുശേഷം മതി എന്നൊരു തീരുമാനത്തിൽ കമ്മീഷൻ എത്തിയത്. എന്തായാലും വരുന്ന തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കും. കേരളം, തമിഴ്നാട്, പുതുച്ചേരി ഒറ്റഘട്ടമായിട്ടൊക്കെ ആയിരിക്കും വോട്ടെടുപ്പ് നടക്കുക. അസമിൽ 3 ഘട്ടമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്താനാണിപ്പോൾ തീരുമാനമായിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ 5 ഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയാക്കും. കഴിഞ്ഞ തവണ ബംഗാളിൽ 8 ഘട്ടമായിട്ടൊക്കെയാണ് വോട്ടെടുപ്പ് നടന്നത്. എന്തായാലും ഏപ്രിൽ 2ാം വാരത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യമാണ് ഭൂരിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും കമ്മീഷന് മുന്നിൽ വെച്ചിട്ടുള്ളത്. കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ചുള്ള പ്രഖ്യാപനം മാർച്ച് 15 ശേഷമാണ് പ്രഖ്യാപിക്കുക എന്നൊരു വിവരമാണിപ്പോൾ ലഭിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ അന്തിമ വോട്ടർ പട്ടികയ്ക്കെതിരെ പരാതി നൽകാനുള്ള സമയപരിധി അവസാനിച്ചതിന് ശേഷം മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ പുറപ്പെടുവിക്കൂ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. എന്തായാലും ഫെബ്രുവരി 28 തീയതിയായിരുന്നു ബംഗാളിലെ അന്തിമ വോട്ടർ പട്ടികയൊക്കെ പ്രസിദ്ധീകരിച്ചത്. എന്തായാലും അന്തിമ വോട്ടർ പട്ടികയെ സംബന്ധിച്ച് പരാതി നൽകുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നതൊക്കെ മാർച്ച് 15 തീയതിയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രം ഇത്തരത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം നടത്തിയാൽ മതി എന്നൊരു തീരുമാനം കമ്മീഷൻ എടുത്തത്. വരുന്ന തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള തീയതി പ്രഖ്യാപിക്കാനാണ് സാധ്യത. എന്തായാലും കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഒറ്റഘട്ടമായിട്ടൊക്കെ ആയിരിക്കും വോട്ടെടുപ്പ്. അസമിൽ 3 ഘട്ടമായി തിരഞ്ഞെടുപ്പ് നടത്താനൊരു ആലോചനയുണ്ട്. പശ്ചിമ ബംഗാളിലെ സ്ഥിതി എടുക്കുകയാണെങ്കിൽ 5 ഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയാക്കിയേക്കും. എന്തായാലും കഴിഞ്ഞ തവണ ബംഗാളിൽ 8 ഘട്ടമായിട്ടൊക്കെയാണ് വോട്ടെടുപ്പ് നടന്നിരുന്നത്. എന്തായാലും ഏപ്രിൽ 2ാം വാരത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും കമ്മീഷന് മുന്നിൽ വെച്ചിട്ടുള്ളത്. എന്തായാലും കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഇനി മാർച്ച് 15 ശേഷം മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ. പാചകവാതക പ്രതിസന്ധി നേരിടാൻ റേഷൻ മണ്ണെണ്ണ വിഹിതം ഉയർത്തുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽകുമാർ. തീരുമാനം ഉടൻ ഉണ്ടാകും. സിലിണ്ടറുകൾക്ക് ക്ഷാമമുണ്ടാകില്ലെന്നും കമ്പനികൾ അറിയിച്ചു. ആളുകൾ കൂട്ടത്തോടെ വിളിക്കുന്നതിനാലാണ് ബുക്കിംഗ് തടസ്സപ്പെടുന്നത്. ഇന്നു മുതൽ ബുക്കിംഗിനെ സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്ന് കമ്പനികൾ അറിയിച്ചിട്ടുണ്ട്. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും GR അനിൽ പറഞ്ഞു.
പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പാചകവാതക പ്രതിസന്ധി രാജ്യമൊട്ടാകെ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് അടച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി രാജ്യമൊട്ടാകെ ഉണ്ടായത്. പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് ഹോട്ടലുകൾ അടയ്ക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു പ്രതിസന്ധി നേരിടാൻ ഇപ്പോൾ റേഷൻ മണ്ണെണ്ണ വിഹിതം ഉയർത്തുമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി GR അനിൽ പറയുന്നത്. ഇതുമായി സംബന്ധിച്ച് തീരുമാനമൊക്കെ ഉടൻ ഉണ്ടാകും. എന്തായാലും ഈ ഒരു പ്രതിസന്ധി മറികടക്കാനായിട്ട് നടപടിയെടുത്തിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ടൊരു മോണിറ്ററിംഗ് കമ്മിറ്റിയൊക്കെ രൂപീകരിക്കാനൊക്കെ സംസ്ഥാന സർക്കാർ തീരുമാനമായിട്ടുണ്ട്. ഇതിൽ മുൻഗണനാ പ്രകാരമായിരിക്കും ഈ ഒരു കമ്മിറ്റി നടപടിയെടുക്കുക. ആശുപത്രികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒക്കെ ആയിരിക്കും ഈ ഒരു മുൻഗണനാ ഘട്ടത്തിൽ ഉണ്ടാവുക. ഇപ്പോഴിതാ റേഷൻ മണ്ണെണ്ണ വിഹിതം ഉയർത്തുമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി GR അനിലും പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉടൻ ഉണ്ടായേക്കും. സിലിണ്ടറുകൾക്ക് ക്ഷാമം ഉണ്ടാകില്ല എന്നും കമ്പനികൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആളുകൾ കൂട്ടത്തോടെ ഇത്തരത്തിൽ വിളിക്കുന്നതിനാലാണ് ബുക്കിംഗ് തടസ്സപ്പെടുന്നത്. ഇത്തരത്തിൽ പ്രതിസന്ധി നേരിടുന്നത് കൊണ്ട് തന്നെ പാചകവാതകം കിട്ടാനുള്ള ബുദ്ധിമുട്ടിനെ തുടർന്നാണ് ഇത്തരത്തിൽ ആളുകൾ കൂട്ടത്തോടെ വിളിക്കുന്നത്. എന്തായാലും ഇന്ന് മുതൽ ബുക്കിങ്ങിനെ സംബന്ധിച്ചുള്ള ആശങ്കകളൊന്നും വേണ്ട എന്നാണ് ഇപ്പോൾ കമ്പനികൾ അറിയിച്ചിട്ടുള്ളത്. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒക്കെ തടയാൻ ശക്തമായ നടപടികളൊക്കെ സ്വീകരിക്കുമെന്നും GR അനിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന അറിയിപ്പ്. വാമനപുരത്തെ ഒരു വയസ്സുകാരിയുടെ കൊലപാതകത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുഞ്ഞിന് അസുഖമുണ്ടെന്ന് അമ്മ അശ്വതി വിശ്വസിച്ചിരുന്നു. അശ്വതി മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നതായും കൊലപാതക ശേഷം അശ്വതി ആത്മഹത്യക്ക് ശ്രമിച്ചതായും വിവരമുണ്ട്. അശ്വതിക്ക് ആത്മഹത്യാ പ്രവണതയുണ്ടെന്നും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഒരു വയസ്സുകാരിയെ അശ്വതിയുടെ വീട്ടിൽ അനക്കമറ്റ നിലയിൽ കണ്ടത്. അശ്വതിയുടെ മാതാവ് തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞെത്തിയപ്പോൾ കുഞ്ഞിനെ തറയിൽ പായൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ കുഞ്ഞിനെ കാരേറ്റിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നേരത്തെ തന്നെ മരണം സംഭവിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു. കുഞ്ഞിന്റെ കഴുത്തിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഒക്കെ പാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് അശ്വതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കുഞ്ഞിനെ കൊന്നതാണെന്ന് അശ്വതി പോലീസിന് മൊഴി നൽകിയത്. വാമനപുരത്തെ ഒരു വയസ്സുകാരിയുടെ കൊലപാതകത്തിലെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുഞ്ഞിന് അസുഖമുണ്ട് എന്നാണ് അമ്മ അശ്വതി വിശ്വസിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ അനക്കമറ്റ നിലയിൽ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആശുപത്രിയിൽ ചെന്നപാടെ തന്നെ കുഞ്ഞിൻ്റെ ദേഹത്തുള്ള പാടുകൾ ഡോക്ടർമാർ തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് പോലീസിൽ ഒരു പരാതി എത്തുന്നത്. ഇതേ തുടർന്ന് അമ്മ അശ്വതിയെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ കൊന്നതാണ് എന്നൊരു മൊഴി അശ്വതി നൽകുന്നത്. അശ്വതിക്ക് മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നതായും കൊലപാതക ശേഷം അശ്വതി ആത്മഹത്യക്ക് ശ്രമിച്ചതായും ഒക്കെ ഒരു വിവരം ലഭിക്കുന്നുണ്ട്. അശ്വതിക്ക് ആത്മഹത്യാ പ്രവണതയുണ്ടെന്നും പോലീസ് അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു വയസ്സുകാരിയെ അശ്വതിയുടെ വീട്ടിൽ ഇത്തരത്തിൽ അനക്കമറ്റ നിലയിൽ കണ്ടെത്തിയത്. അശ്വതിയുടെ മാതാവ് തൊഴിലുറപ്പ് ജോലി കഴിഞ്ഞ് എത്തിയപ്പോൾ കുഞ്ഞിനെ തറയിൽ പായിൽ കിടത്തിയിരിക്കുകയായിരുന്നു. അതേ തുടർന്ന് കുഞ്ഞിന് അനക്കമില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ കുഞ്ഞിനെ കാരേറ്റിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നേരത്തെ തന്നെ മരണം സംഭവിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു. എന്തായാലും ഡോക്ടർമാർ കുഞ്ഞിൻ്റെ കഴുത്തിലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമൊക്കെ പാടുകൾ കണ്ടെത്തിയെ തുടർന്നൊരു സംശയത്തെ തുടർന്നാണ് ഇപ്പോൾ അശ്വതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ഇതോടെയാണ് കുഞ്ഞിനെ കൊന്നതാണെന്ന് അശ്വതി പോലീസിന് മൊഴി നൽകിയത്. എന്തായാലും കുഞ്ഞിനെ കൊന്നത് അശ്വതി തന്നെയാണെന്ന് അശ്വതി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുകയാണ്. അശ്വതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കുഞ്ഞിനെ കൊന്നതിന് ശേഷം ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചതായും ഇപ്പോൾ വിവരമുണ്ട്. എന്തായാലും അശ്വതിക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടെന്നൊക്കെ പോലീസ് അറിയിച്ചിട്ടുണ്ട്.